രാജാപ്പാർട്ടാ തരി ഓവർ സ്മാർട്ടാ ഈ കൊട്ടാരത്തിൽ തോമസ് ആൽവ എഡിസൺ നോമാണ്. ഇത് മൊത്തം വീമ്പാ വെറും ഓലപ്പാമ്പ പള്ളി അത്താഴത്തിന് അന്തപുരത്തിൽ കുക്കിംഗ് ഗ്യാസ് തീർന്നേ. അഭിനവ മൈക്കൽ ജാക്സണി കൊട്ടാര നടന കോകിലം ഞാൻ പഴഞ്ചൻ മട്ടുപ്പ വേസി മോളാക്കണം ഇനിയതാ ഫാഷൻ. ആസ്ഥാന മിസ് വേൾഡാണ് ഞാൻ. കറിയുപ്പും മുളകായി ചേരും നമ്മിൽ ചിരിമഴ പൊഴിയണ കടുകുമണി നീ. ഉപ്പും മുളകും co-powered by Q Developers and 24news.com. തലയ്ക്കുമീതെ ശൂന്യാകാശം താഴെ മരുഭൂമി തപസ്സു ചെയ്യും വേയാമ്പൽ ഞാൻ. ദാഹജലം തരുമോ ദാഹജലം തരുമോ. എന്തൊരു ഫീലിങ് ശിവ. പഴയ പാട്ട് തന്നെ അല്ലേ? പിന്നെ പഴയ പാട്ട് പുതിയ പാട്ടാ കൂടെ. തലയ്ക്കുമീതെ ശൂന്യാകാശം താഴെ മരുഭൂമി തപസ്സു ചെയ്യും വേയാമ്പൽ ഞാൻ. ദാഹജലം തരുമോ ദാഹജലം. പാട്ടച്ചാ ഇതാ പാടാതിരിക്കാനും വയ്യ. പക്ഷെ ഭയങ്കര പണിയുമാണ് പാടാനേ. ഭയങ്കര ബുദ്ധിമുട്ടാ. എടാ കേശു, നിനക്ക് എവിടെ നിന്ന് ഇങ്ങനത്തെ പാട്ടൊക്കെ കേട്ടണേ? അല്ല, അച്ഛന്റെ റേഡിയോ വെക്കുന്ന പാട്ടല്ലേ ഇതെല്ലാം. എന്താ കൊടേ? ഏത് കൊട? നിന്റെ കൊട ഞാൻ ജംഗ്ഷൻ വരെ പോയിട്ട് അതിനെ കമ്പിയെ കൊടിഞ്ഞിരിക്ക. മാത്രമല്ല മഴയൊന്നുമില്ലല്ലോ, പിന്നെ ഇതിനെ കൊട. മഴ ഇങ്ങനെ നിൽക്കണ നോക്കണ്ട, ടവാനങ്ങ് മഴ പെയ്യും. നീ കൊട എടുത്തോണ്ടാ. കൊട വരാനൊന്നും പറ്റില്ല. മഴ വലുതായിട്ട് പെയ്താൽ പോലും വലിയ മഴയൊന്നും പെയ്യാനൊന്നും പോകില്ല. പോയിട്ട് വരാന്നേ ഉള്ളൂ. നീ തീരുമാനിച്ച നീ തീരുമാനിക്ക വേണ്ട മഴ പെയ്യണതൊക്കെ. നീ എടുത്ത് കൊട എടുത്തോണ്ടാണ് ഇങ്ങോട്ട്. കൊട തരൂല. കേശു കൊട എടുത്തോണ്ടാ. അച്ഛാ, എന്റെ കൊട കളഞ്ഞു പോയിട്ട് ഇപ്പൊ 6 മാസമായി. അച്ഛാ, കൊടയൊന്നും നമുക്ക് ഉതവൂല്ല. ശിവ മക്കളെ, എന്റെ കൊട ഞാൻ ആർക്കും കൊടുക്കില്ല. എടി കൊട എടുത്തിട്ട് വാടി. കൊട തരാം, മറന്നു വെച്ചിട്ട് വരരുത്. ഇല്ല, കൊടുത്തിട്ട് വാ. കൊടാക്കി കന്തരി എന്റെ ചിക്കോട കൊടുത്തുള്ള പരിപാടിക്കൊന്നും ഞാനില്ല. പോയി കഴിഞ്ഞ പോയതാ. നീ വാ, എന്തെങ്കിലും ചോദിച്ചോണ്ട് വാ കേട്ടാ. ഈ കൊട കൊണ്ടുപോണ പോലെ തന്നെ മറക്കാതെ തിരിച്ചു കൊണ്ടുവരാം. അയ്യോ, കൊണ്ടുവരാ. അതെ, നിവർത്തുമ്പോ സൂക്ഷിച്ച് നിവർത്തണം കേട്ടോ. നിവർത്തൂല, കക്ഷത്ത് വെച്ചോണ്ട് പോവാ. മഴ എന്നാ വല്ല വാഴയിലെ ചേമ്പലെ തലയ്ക്ക് പിടിച്ചോണ്ട് വരാം കേട്ടാ. ശരി തന്നെ, വർക്ക് കണ്ടീഷൻ തന്നെ. ഇങ്ങനേക്ക് കൊടുത്തത് ഇപ്പൊ കുഴപ്പമായത്. തലയ്ക്കുമീതെ ശൂന്യാകാശം താഴെ മരുഭൂമി. ശിവ, കുറച്ച് വെള്ളം കൊണ്ടേ കൊടുക്കടി. ചേച്ചി കുറച്ച് എള്ളുപിണ്ണാക്കും കള്ളപ്പിണ്ണാക്കും എല്ലാം കൂടെ കലക്കി കാടുവെള്ളത്തിൽ തരുന്ന സമയം കഴിഞ്ഞ്. പെണ്ണുങ്ങളായ ഒരു പുഷ്ടിയൊക്കെ വേണ്ടേ? എല്ല് പോലെ ഇരുന്നാ മതിയാ. കുറച്ച് ബുദ്ധി വേണ്ടേ ചേച്ചി? അത് നിനക്ക് ആവശ്യത്തിനുണ്ടല്ലോ, അത് മതി. എന്താ വിഷയം? വിഷയം BSc എഴുതിയെടുക്കണത് ചേട്ടൻ. മുണ്ടാണ്ടിരിക്കണോ? അച്ഛനായിട്ട് കേട്ടോ, അത് മതി. പിന്നെ അച്ഛൻ ഇപ്പം ജംഗ്ഷനിലോട്ട് പോയിട്ടുണ്ടോ അമ്മയുടെ കൂടെ അടികൂടി കോട എടുത്തിട്ട്? കൊട എടുത്തിട്ട് അടികൂടി പോയെന്നോ? അതെ, അമ്മയുടെ കയ്യിൽ നിന്ന് കോട മേടിച്ച് അടികൂടി പോയി ജംഗ്ഷനിലോട്ട്. ആ കൊട എങ്ങാനും കൊണ്ട് കളഞ്ഞിട്ട് തിരിച്ചു വന്ന വിഷയം വേറെയോ ചേട്ടാ. ഞാൻ അത് പേടിച്ച അച്ഛൻ ആ കോട എവിടെയും കൊണ്ട് കളയില്ല. മതി. അച്ഛൻ അമ്മയെ അത്ര പേടിയൊന്നുമില്ല കേട്ടാ. കുറച്ച് സ്നേഹമുള്ളതുകൊണ്ട് താന്നു കൊടുക്കുന്നതാണ് കേട്ടാ. അതെ, അവർ തമ്മിൽ വഴക്കുമില്ല, ഒരു പ്രശ്നവുമില്ല. അവർ തമ്മിൽ ഭയങ്കര സ്നേഹ. അതുപോലെ കണ്ടു പടി. നിനക്കല്ലേ സഹോദരങ്ങളെ കണ്ണി കാണാൻ പാടില്ലാത്ത? സഹോദരങ്ങളെ അല്ലല്ലോ, ഒരു സഹോദരിയല്ലേ. ദേ കാലം ഇങ്ങനെ കിടക്കല്ലേ, എന്തെങ്കിലും ചേച്ചിന്ന് വിളിച്ചോണ്ടേ നീ എന്നെ പുറകെ വരും. അതെ, ചേച്ചിന്ന് വിളിച്ചോണ്ടായിരിക്കും ചകളത്ത് നോക്കി 2 എണ്ണം പൊട്ടിക്കണത്. അതെ, എനിക്ക് സമയമില്ല. അമ്മയുടെ പോയിട്ട് ഒരു ബില്ല് പാസ്സാക്കണ്ട. ഓക്കെ? ബില്ലൊക്കെ പാസ്സാവും, പക്ഷെ എമൗണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടൂന്നാ ഡൗട്ട്.
ഡേഡയുടെ കരുനാക്ക് വളച്ചൊന്നും പറയല്ലേ, എനിക്ക് കുറെ ആവശ്യങ്ങളുള്ളതാ. മോൻ പോയി വിജയിച്ചിട്ട് വാട്ടാ. പക്ഷെ അവസാനം നമ്മളെ മറക്കരുത്. അറ്റ്ലീസ്റ്റ് ഒരു ഡയറി മിൽക്ക് ശരിക്കെങ്കിലും വേണം. ഓ അത് മതിയോ? പിന്നെ കൊണ്ടുവരാലോ. തലയ്ക്കുമീതെ ശൂന്യാകാശം താഴെ മരുഭൂമി. ഇവിടെ മഴ പെയ്യില്ല, ഇവിടെ മരുഭൂമിയോ മരുഭൂമി. അച്ഛാ എവിടെ? എന്തോന്ന് അല്ല ഇവിടുന്ന് ഒരു സാധനം എടുത്തിട്ട് പോയില്ലേ? എന്തോന്ന്? അച്ഛാ കൊട എന്തിയെ? കൊട എന്തിയെ? അമ്മോ എന്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ നവാസിനെ കാണുന്നവർ എന്റെ കയ്യിലുണ്ടായിരുന്നു. ഓ എന്നെ അവളെ വായിരിക്കണ കേൾക്കണമല്ലേ. എന്റെ ദൈവമേ. കൊട എന്തേ? കൊട എന്തേന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ വരണ വഴിയിൽ ഒരാളെ കണ്ട് ഒരു പലതിൻ്റെ കടയുടെ മുമ്പ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കുട എൻ്റെ അപ്പോഴാണ് കുട എൻ്റെ ഇടത്തെ കൈയിലുണ്ടായിരുന്നു. ഞാൻ ഈ ഇടത്തെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഇവിടെ വലത്തേക്ക് വെച്ചിട്ട് ആ പലതിൻ്റെ കടയിൽ ഒരു കൈവരി വെച്ചിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് ഞാൻ പോയി. അപ്പോൾ ഞാൻ കുട എടുത്ത് ഞാൻ മറന്നില്ല. അത് ഈ നവാസിനെ കണ്ട് സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ചായക്കകത്ത് കയറി. അപ്പോൾ കയറിയപ്പോൾ കുട കയ്യിലുണ്ട്. പിന്നെ നമ്മൾ ചായ കുടിച്ചിട്ട് പുറത്തിറങ്ങിയ സമയത്ത് അപ്പോഴും കുട കയ്യിലുണ്ടോ ഇല്ലയോ എന്നൊരു സംശയം. എനിക്കൊന്നും അറിയണ്ട, കൊട കിട്ടിയേ പറ്റൂ. എടി കുട കിട്ടും. കുട കിട്ടാൻ എവിടെ പോയി? ഞാൻ നിങ്ങളുടെ മലയാളത്തിൽ പറഞ്ഞാ കൊട കൊണ്ടുപോകണ്ട, മഴയില്ലാന്ന്. അപ്പൊ ഒരു കാലത്തും ഇല്ലാത്തൊരു നിർബന്ധം, കൊട കൊണ്ടേ പുറത്തോട്ട് പോകുള്ളൂ എന്ന്. മര്യാദ കൊട കൊണ്ടുപോവാ. പോയിട്ടുണ്ടോ ചെല്ലി? എവിടെ വച്ചേ? ശരിക്ക് വച്ചെന്ന് പറഞ്ഞാൽ മോനെടാ, ഞാൻ ഈ നവാസിനെ കണ്ടിട്ട് ഇറങ്ങിയിട്ട് നേരെ നവാസ് വേറൊരു കടക്കകത്ത് കയറി. അപ്പൊ ഞാൻ ആ കടക്കകത്ത് കയറി, ഞാൻ കൂടെ കയറി, എന്നിട്ട് വെളി ഇറങ്ങി. പക്ഷെ അവിടെ വെച്ചിട്ടുണ്ടാവും. അല്ല അവിടെ ഉണ്ട്, ചായ കടക്കകത്ത് തന്നെ കാണും. കാരണം ഈ കടയിൽ ഞാൻ പോയപ്പോ എന്റെ കുട ഉണ്ടോ എന്നൊരു സംശയം. അന്ന് പെട്ടെന്ന് എടുക്കുന്നു. ചായ കടക്കകത്ത് കയറും. പെട്ടെന്ന് എടുക്ക്. പോയെടുത്തിട്ടുണ്ടോ പറഞ്ഞ് എവിടെ കൊട ഇരിക്കണ്ടെന്ന് അച്ഛൻ അറിയണ്ടേ? അതൊന്നും അമ്മ മിണ്ടാണ്ടിരിക്ക്. അച്ഛൻ പോയി എടുത്തിട്ട് വരുമ്പോ പെട്ടെന്നോ. അച്ഛാ അച്ഛൻ കൊട എടുത്തോണ്ട് പോയത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ ഒന്ന് റീവിന്റെ നോക്ക്. കുട എടുത്തോണ്ട് പോയിട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാ? ഞാൻ പോയിട്ട് ആദ്യം പോയി ഒരു വഴിപോക്കനെ കണ്ട് അവനോട് സംസാരിച്ച് കുറെ കടയിൽ വെച്ച് നവാസിനെ കണ്ട് ചായ അവിടെ വെച്ച് കട്ടായി പോണം. കുട കിട്ടും. എന്നാ വാ പോവാന്നാ. വാ പെട്ടെന്ന് പോ. വാ പോവാന്നാ. നീ കൂടെ വാ. ഞാൻ ഒറ്റയ്ക്ക് ശരിയാവും. നീ കൂടെ വാ. ഞാൻ ആ പിടിച്ചെടുത്താലും നിന്നാ മതിയായിരുന്നു, കൊട നഷ്ടപ്പെടില്ലായിരുന്നു, കൊടുക്കണ്ടായിരുന്നു. അമ്മ സമാധാനിക്ക് അച്ഛൻ കൊട കൊണ്ട് തന്നെ വരും. അച്ഛാ കുട കിട്ടണം പ്രാർത്ഥിക്കണം. ഒറ്റ കളയാൻ കാരണം പേടിപ്പിച്ച് എപ്പോഴാണ് കുട തന്നെ ശ്രദ്ധിച്ചിരുന്നാണ് മിസ്സായത്. അല്ലെങ്കിൽ സുഖമായിട്ട് കക്ഷത്തിൽ തന്നെ ഇരിക്കുമായിരുന്നു. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. പ്രാർത്ഥിച്ചോട്ടാ. ഭാഗ്യം ഞാൻ കൊട കൊടുത്തു വിടായിരുന്നേ. എനിക്കറിയായിരുന്നു കൊട കൊടുത്തു വിട്ട് തിരിച്ചു കിട്ടില്ല. എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. അപ്പോഴേക്ക് അവളെ നിഗമനത്തിലെത്തി. അമ്മ ഇന്ന് കൂടാവും, അച്ഛൻ കൊടയും കൊണ്ടേ വരത്തുള്ളൂ. വരട്ടെ, നിന്റെ അച്ഛൻ കൊടയും കൊണ്ട് ഇങ്ങോട്ട് വരുമല്ലോ, കാണിച്ചു കൊടുക്കാ പോയി. എന്നാൽ അച്ഛന് പറ്റിയൊരു പറ്റ്. ആടാ നിങ്ങളെന്തിനാ പേടിക്കണേ? റിഹേഴ്സലൊക്കെ നടത്തിക്കോ, ഞാൻ വന്ന് സ്റ്റെപ്സ് ഒക്കെ ഇട്ട് തരാം. പിന്നെ ഇല്ലാണ്ട് ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ. വിളിക്കാടോ. ശരി ചേച്ചി, അവര് മാനമേലേക്ക് കളിച്ച പരിപാടി നന്നായിക്കോളും. ചേച്ചി എന്റെ ഇടയ്ക്ക് കയറി വെറുതെ എന്തിനാ അത് കുളവാക്കുന്നേ? ഒന്ന് പോടാപ്പാ. ആ പ്രോഗ്രാമിൽ എന്റെ കൈ വെച്ചാണ്ടല്ല കളറ് നല്ല കറുപ്പ് കളറ്. അതാണ് ശബ്ദം കേൾക്കുന്ന വണ്ടിയുടെ. മുടി ചേർന്ന് അച്ഛൻ വന്നു. അതെ കൊട കിട്ടിയില്ല. കൊട കിട്ടിയാ തപ്പി, പലവ്യഞ്ജന കടയിലും തപ്പി, ചായക്കടയിലും തപ്പി, രണ്ടിടത്തും കണ്ടില്ല. പക്ഷെ ഞാൻ ചായക്കടയിൽ കുടയും കൊണ്ട് പോണത് കണ്ടവരുണ്ട്. എന്നാ പിന്നെ അവരെടുത്തിട്ടുണ്ടാവും. അവരെടുക്കൂല, അവര് നമ്മളെ പരിചയക്കാരാണ്. അവര് എന്നെ ഓർമ്മപ്പെടുത്തിയതാണ്. ഞാൻ ചായക്കടയിൽ കുട കൊണ്ട് കയറി എന്ന് തന്നെ അവരാണ് എന്നെ ഓർമ്മപ്പെടുത്തിയത്. ആരെന്ത് പറയാതൊന്നും എനിക്കറിയാൻ നിൽക്കണ്ട. എനിക്ക് കൊട കിട്ടിയേ പറ്റൂ. അതിൽ കുറഞ്ഞ ഒരു സംസാരത്തിനും ഞാനില്ല. അമ്മ പലചരക്കടയിൽ ദിവസം സാധനങ്ങളുണ്ട് മറന്നു വെക്കാറുണ്ടെന്ന് പറയണത്. അത് ആ ചേട്ടനടുത്ത് മാറ്റി വെക്കാറുണ്ട്. ചോദിച്ചപ്പോ ആ ചേട്ടൻ അവിടുത്തെ ഓണർ പറഞ്ഞത് അച്ഛൻ കൊണ്ടുപോയിട്ടില്ല എന്ന് പറയണത്. എവിടെ ഇങ്ങനെ പറഞ്ഞ എങ്ങനെ? എനിക്ക് പോയത് പോയി, അല്ലെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ പറഞ്ഞ് ഒഴിയാനൊന്നും പറ്റില്ല. ഞാൻ പോകുമ്പോ മഴയാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ തരുമോ കൊട? മഴയാണെങ്കിൽ നനയും. എന്റെ പൊന്നച്ചാ കൊട എങ്ങനെയും കണ്ടുപിടിച്ച് കൊടുക്കാൻ നോക്ക്. അല്ലെങ്കിൽ ആൾക്കൊരു മനസ്സമാധാനം കിട്ടൂല. എനിക്ക് എന്റെ കൊട കിട്ടിയേ പറ്റുള്ളൂ. കൂടെ കളിച്ചാൽ ഞാൻ ഇവിടെ ഇറങ്ങി പോകട്ടാ. കൊട നിന്നിട്ട് എങ്ങോട്ടാണെങ്കിലും പൊയ്ക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല.
എൻ്റെ അച്ഛനൊരു കാര്യം ചെയ്യും. അച്ഛൻ നവാസങ്ങളുടെ വീട്ടിൽ പോകും. ചിലപ്പോൾ അച്ഛനും നവാസങ്ങളും കൂടി സംസാരിച്ചില്ലേ, അതിനിടയിൽ ചിലപ്പോൾ അച്ഛൻ കൊട നവാസങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടാവും. പറയാൻ പറ്റില്ല. അത് ശരിയാ. ആയതുണ്ട്. നിങ്ങൾ നവാസിനെ വിളിക്കല്ലേ? വിളിച്ചോക്ക്. പേടിക്കണ്ട, കിട്ടും. പിടിക്കണം. സ്വിച്ച് ഓഫ്. ഓ സ്വിച്ച് ഓഫ് ആണെങ്കിൽ വീട്ടിൽ പോയി അന്വേഷിക്ക്. കൊണയൊക്കെ കൊള്ളാം. കൊടയില്ലാണ്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കട്ടെ. വരും. വേണ്ട. പിന്നെ ഞാൻ വരോടെ പോയ എനിക്ക് വരാലോ അല്ലേ കൊടയിൽ കൊട പിന്നെ കഷ്ടകാലത്തിന് എടുത്തു കൊടുത്തതാ. അമ്മ എന്താ മന്ത്രം വിടുവോ? ആ ഒരു വിടുവാ. എന്തേ? അമ്മയൊന്ന് സമാധാനിക്കേ. അച്ഛൻ കൊണ്ടുപോയി കളഞ്ഞ 5 സെന്റ് വസ്തു ഒന്നുമല്ലല്ലോ. വസ്തു ആണെങ്കിൽ പിന്നെ ക്ഷമിക്കായിരുന്നു. നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്നല്ലോ ഇത്. അമ്മ അത് എനിക്ക് മനസ്സിലാവും. എന്റെ ഒരു കൊട ഈ ഇടയ്ക്ക് കളഞ്ഞു പോയതാ. പിന്നെ അമ്മ ഞാൻ ഒരു കാര്യം നേരത്തെ കൂട്ടി പറയാണ്. ഇനി എങ്ങാനും അമ്മയുടെ കൂടെ തിരിച്ചു കിട്ടിയില്ലെന്നിരിക്കട്ടെ, അമ്മ ദേവി എന്റെ കൊടയിൽ കണ്ണു വയ്ക്കുന്നത്. കാരണം ഞാൻ എഴുതായിട്ടില്ല. ഇനി ആ സമയത്ത് നമ്മൾ തമ്മിലൊരു തർക്കം ഉണ്ടാവേണ്ടതെന്ന് വെച്ചാണ് ഞാൻ ഇപ്പോഴേ പറഞ്ഞത്. തർക്കോ? പൊയ്ക്കേന്റെ മുന്നിന്ന്. എന്നാലും അച്ഛന് പറ്റുന്ന ഓരോ അബദ്ധങ്ങളെ. കൊട കിട്ടിയാ? നവാസിനെ കണ്ടില്ല. വീട്ടിൽ അന്വേഷിച്ച്, ജംഗ്ഷനിൽ അന്വേഷിച്ച്, നവാസിനെ കണ്ടിട്ടില്ല. എനിക്കാന്ന് അറിയണ്ട. എന്റെ കൊട കിട്ടിയാൽ മതി. കുറെ കിട്ടിയേക്ക് നവാസിനെ കാണണ്ടേ, എന്നാലേ കുറെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റൂ. അതുപോലെ നവാസിനെ വിളിച്ചിട്ട് കിട്ടില്ല. അച്ഛാ നവാസങ്ങളെ കാണാൻ ഒരു വഴിയുണ്ട്. ശുക്രങ്ങളെ വിളി. ആ ശുക്രനെ വിളിക്കാം. ഫോൺ ഫോൺ എടുത്തിട്ട്. ഓ എത്തിന്റെ ഒരു കാര്യം. ശുക്ര എവിടെ ഇങ്ങനെ? ജംഗ്ഷനില്ല. എടാ ഞാൻ ഇപ്പൊ ജംഗ്ഷനിൽ വന്നിട്ട് ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ നവാസിനെ കാണാൻ വേണ്ടി. ആ വേറെ ഒന്നും. എൻ്റെ ഒരു കൊട, എൻ്റെ അല്ല നീലുവിൻ്റെ കൊട. കൊട മറന്നുപോയി. അത് നവാസിന്റെ കയ്യിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓ കിട്ടിയാ? ചുവന്ന പിടിയുള്ള. ആ ഞാതാ പറഞ്ഞു. ഓ ചുവന്ന പിടിയുള്ള കൊട. കൊട കൊണ്ട് വരാവേ. ഭയങ്കര സാധനം. കൈ കിട്ടിയിട്ട് ചിലപ്പോ മറന്നു പോകും. അയ്യോ കൊടയ്ക്ക് വേണ്ടി മനുഷ്യനായിട്ട് നെട്ടോട്ടോട്ടിക്കണം. പ്രാർത്ഥിക്കണം. ദൈവമേ അച്ഛന് കൊട കിട്ടണേ. ചേച്ചി പഠിക്കുവാണോ? ഹലോ എന്തിനാ? ഒരു കാര്യമുണ്ട് കേട്ടോണ. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും. പഠിക്കട്ടേടാ. ആ ചേച്ചി പഠിച്ചോ? ഞാൻ പാടിക്കോട്ടെ. സൗണ്ട് കുറച്ച് ഓടിക്കോളാം. തപസ്സു ചെയ്യും. എടാ നമുക്ക് സൈക്ലിങ്ങിന് പോയാലോ പുറത്ത്? ഇപ്പൊ മൂടില്ല. അത് ചേച്ചി ഫോൺ വിളിച്ചിട്ട് വെച്ചതീ. ഞാൻ ഫോൺ ചെയ്തിട്ട് വെച്ചോ? എപ്പ? ആ ചേച്ചി ഒരു ഓർമ്മ കാണുന്നു. ചേച്ചി ഫോൺ ചെയ്തായിരുന്നു. ഹലോ ഡീ നീ ആര് വിളിക്കണേ? ഞാനാരും വിളിച്ചതല്ല, ചേച്ചിയല്ലേ ഫോൺ കട്ട് ചെയ്ത് വെച്ചേ. ഞാൻ കോൾ ചെയ്തില്ലല്ലോ. എന്തായാലോട്ടെ. ഹലോ എന്ത് തലയ്ക്ക് വേണ്ടി ശൂന്യകാശോ? ഹലോ ഇത് ആരും സംസാരിക്കണ? അലീന ഫ്രാൻസിസാ? എടി നിന്റെ തലയിൽ ശൂന്യകാശാണെങ്കിൽ നീ മാനത്തേക്ക് പറക്കടി. ഒല്ല പിന്നെ വെച്ചിട്ട് പൊടി കഴിയാ പുൽപ്പല്ലി. കേശോ സോറി ഇത്തവണത്തേക്ക് ക്ഷമിക്കുക. അല്ലെങ്കിൽ തന്റെ കൊടയുടെ കേസ് ഭയങ്കര കടുപ്പത്തിൽ നിൽക്കുക. കൊട കിട്ടിയാ? എവിടെ കിട്ടാൻ? നവാസങ്ങളിന് കിട്ടി. ശുക്രങ്ങൾ നവാസങ്ങളുടെ കയ്യിൽ കണ്ട കൊടയല്ലേ, അത് നവാസങ്ങളുടെ കൊട തന്നെയാണ്. അതിന്റെ പിടിയും ചോപ്പാ, പക്ഷെ നമ്മുടെ കൊടയല്ലാന്നുള്ളൂ. ഉറപ്പാണോ? ആടി നവാസങ്ങൾ അതെവിടെ മറന്നു വെച്ചിട്ട് എടുത്തിട്ട് വരണ വഴിയായിരുന്നു ആ കൊട. ആ പ്രതീക്ഷയും പോയി. പ്രതീക്ഷ പോയാലും ശരി വന്നാലും ശരി എനിക്ക് എന്റെ കൊട കിട്ടണോ പറഞ്ഞേക്കാൻ? വാടാ നമുക്ക് ജംഗ്ഷനിൽ പോയി നോക്കടാ. ചിലപ്പോ നമ്മളെ കുട എടുത്ത് ആരെങ്കിലും ജംഗ്ഷനിൽ കൊണ്ട് വന്നാലാ. ബാ നോക്കാടാ. അച്ഛൻ എന്റെ വണ്ടിയിൽ പെട്രോള് തീരുംച്ചാ. ഇവിടെ തീരുമ്പോ നമുക്ക് ഉരുട്ടാടാ. എങ്ങനെ രക്ഷിക്കടാ എനിക്ക് എന്നെ എവിടെ കയ്യിൽ നിന്ന്? അച്ഛൻ പോവാണ്ട് ഇവിടെ നിക്ക്. ഞാനും മുടി ചേട്ടനോട് പോവാ. ചേട്ടാ നമുക്ക് പോവാ. എടാ നീ പോയി കഴിഞ്ഞാൽ കിട്ടുമോ കൂടാ? കിട്ടും. കിട്ടിയാലേ ഞങ്ങൾ ഈ വീട്ടിൽ നീ കടക്കൂ. ഞാൻ
നീ മാ ആ, ആ. ഡാ എന്നെ പുറകേന്ന് വിളിക്കണ്ട ചേട്ടാ ചേട്ടനെ വിശ്വാസമില്ലേ പിന്നെ ഭയങ്കര വിശ്വാസം. വാ. ഓ മോനെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയേക്ക. പാവം എൻ്റെ കൊച്ച്. ദൈവമേ കൊട കിട്ടണേ, ഈ രാക്ഷസിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണേ. ഇച്ചിരിക്കണേ ഉപ്പും മുളകും co-powered by Q Developers and 24news.com. എന്താ നീ കാണിക്ക? അമ്മേ അമ്മ അച്ഛാ അച്ഛാ കിട്ടിയാ കൊട? കൊട കിട്ടിയാ? ദാ, കിട്ടിയാ? കിട്ടി. ദാ കേശു പോയാ നടക്കാതിരിക്കോ? പിടി. ഈ കൊടക്ക് 250 രൂപയാണ്. 220 രൂപ ഞാൻ സ്വരുക്കൂട്ട് വെച്ചിരുന്ന പൈസ ഞാൻ കൊടുത്തു. 60 രൂപ അച്ഛൻ കൊടുക്കണേ, കടമാണ്. കടോ? അച്ഛാ ഈ കൊട എന്നൊക്കെ പറയുന്നേ കുടുംബം കളിക്കുക. എത്ര കുടുംബങ്ങൾ ഈ കൊട കാരണം കലങ്ങുന്നുണ്ടെന്ന് അറിയാവോ? ആണുങ്ങൾക്ക് കൊടയേ വായില്ല. അമ്മ ഇഷ്ടപ്പെട്ടാ? കൊട ഇഷ്ടപ്പെട്ടാ? ഇല്ല, എന്റെ കൊടയുടെ പിടി ചോമ്പായിരുന്നു. എനിക്ക് ചുവന്ന പിടിയുള്ള കൊട തന്നെ വേണം. എന്റെ അമ്മ പിടി ചുമപ്പായാലും പച്ചയിലും വെയിലും മഴയും നനയായിരുന്ന പോരെ അമ്മക്ക്? പറ്റില്ല, എനിക്ക് ചുവന്ന പിടിയുള്ള കൊട തന്നെ വേണം. ഒരു പിടി ഏതായിരുന്നാലും കൊട നന്നായ പോലെ നീ 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 നിനക്ക് നൂത്ത് നോക്ക്. പറ്റില്ലെന്ന് പറഞ്ഞില്ല, എനിക്ക് ചുവന്ന പിടിയുള്ള കൊട തന്നെ വേണം. എന്റെ അമ്മ കൊട വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേ. നല്ല കൊട ഡിസൈൻ ഒക്കെ ഇല്ലേ? നല്ല കളറ്, അതിനെക്കാട്ടി ബെറ്റർ ആണല്ലോ. വേണ്ട, പിടി തന്നെ വേണം. ആ ചുവന്ന പിടി തന്നെ വേണം. അത് തന്നെ വേണം. ആ ഇതൊരു നടക്കി പോകുന്ന കേസല്ല. അധികം വൈകണ്ട, കൊടുത്തേക്ക്. നല്ല ചുമന്ന പിടിയുള്ളത് എല്ലാവരും ചുമക്കണം. വേറെ വേറെ പിടിയുള്ള ഉപയോഗിക്കൂല? ഇല്ല. ചുവന്ന പിടിയുള്ളതേ നൂത്ത് വാങ്ങിക്കോളൂ അല്ലേ? അത് തന്നെ വേണം നിനക്ക്? അത് തന്നെ വേണം. ആശ തന്നെ. ആ കോട ഇന്നത്തെ ദിവസം മടങ്ങി പോലെ ഇങ്ങനെ വെച്ചുകൊണ്ട് അടുക്കള ജോലി ചെയ്യണം. തൂത്തുപിടി പോ മകളെ. കോട മടക്കണം നോക്കണം. മുടക്കാം കരുക്കളെ ഞാൻ വേണ്ട വേണ്ടെന്ന് വെച്ച് നോക്കുന്നവർ 4 പിള്ളേരായി കൈ വയ്ക്കാത്തോണ്ടാണ്. പിന്നെ അയ്യോ